നമസ്കാരം. എല്ലാവർക്കും ലോയൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയിൽ ഒരു ചിക്കൻ 65 ആണ്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, തൈര് 2 ടേബിൾ സ്പൂണ്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് 1.5 ടേബിൾ സ്പൂണ്, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, കുരുമുളക് 1 ടീസ്പൂണ്, ഉപ്പ് 1.5 ടീസ്പൂണ്, കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് കുറച്ച് ഇതിനകത്ത് ഇടാം. പിന്നെ കോൺഫ്ലവർ 2.5 ടേബിൾ സ്പൂണ്, ഇത് എല്ലാം കൂടെ നമുക്കിതേൽ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് ഞാൻ നന്നായി എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും പിറക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ട് വറുത്തെടുക്കേണ്ടത്. കൂടാതെ ഇത് കൂടി ചേർന്ന് ഒട്ടിപ്പിടിക്കാൻ ഇടയാകാതെ കുറച്ച് അകത്തി ഇടണം. മാത്രമല്ല നമ്മൾ ഇളക്കാൻ പാടില്ല. അത് 2-3 മിനിറ്റ് നേരത്തേക്ക് അതിൻ്റെ മസാല എൻ്റെ അതിൽ നിന്ന് പോകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് വറക്കേണ്ടത്. ഇനിയും നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആക്കിയിരിക്കുന്നതും നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ മുഴുവൻ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. അങ്ങനെ ഈ ചിക്കൻ 65 എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്താൽ മതി. എന്നാലും ഒരു ചെറിയ പരിപാടിയും കൂടെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ വറുത്ത എണ്ണ തന്നെ ഒരു സ്വല്പം അങ്ങോട്ട് ഒഴിച്ചും വെച്ച് അതിനകത്ത് ഇച്ചിരി വെളുത്തുള്ളി എന്നിട്ട് മൂപ്പിക്കുക. 2-3 പച്ചമുളക്, വെച്ചിരിക്കുന്ന ഈ ചിക്കൻ അങ്ങോട്ട് ഇടുക. കുറച്ച് കുരുമുളകും കൂടെ, കുരുമുളകിൻ്റെ പൊടിയും കൂടെ
അന്നേരം കുരുമുളകിൻ്റെ ഒരു മണവും രുചിയും ആ വെളുത്തുള്ളിയുടെ ഒരു രുചിയും എല്ലാം കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കൻ 65 റെഡിയായി. ഇത് നെയ്ച്ചോറ്, ഫ്രൈ റൈസ്, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ലോയൽ കിച്ചൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.